നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം ദീപം സന്ധ്യാദീപം. ആരെയും നിസ്സാരമായി കാണരുത്, ആരെയും നിന്ദിക്കുകയും അരുത്. കുറഞ്ഞ പക്ഷം ആരെയും വന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്ദിക്കരുത്. മനസ്സിന്റെ സമനില തെറ്റിയവരെ പോലും നിന്ദിക്കരുത്. ഒരാളിന്റെ ഭ്രാന്ത് നമ്മുടെ ദൃഷ്ടിയിലാണ്. നിന്ദിക്കരുത് എന്ന് മാത്രമല്ല, മറ്റൊരുവനെ അളന്നു തൂക്കി വിലയിടാനും ശ്രമിക്കരുത്. അളക്കാനും തൂക്കാനും നമ്മൾ ആരാണ് എന്ന ബോധമെങ്കിലും ഉണ്ടാകണം. നമ്മൾ ആരെയെങ്കിലും വിലയിരുത്തുമ്പോൾ നമ്മളെയും ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇനി ശ്രീ കാവാലം ശ്രീകുമാരന്റെ രാമായണ പാരായണം കേൾക്കാം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. ഇനി രാമായണ ദർശനം. തത് എന്നത് പരമാത്മാവിനെ സൂചിപ്പിക്കുന്നു. ത്വം ജീവാത്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ജീവാത്മ പരമാത്മ ഐക്യമാണ് തത്വം എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഈ ആശയത്തെ തത്വവിചാരം ചെയ്യുകയാണ് സ്വാമി ചിദാനന്ദപുരി രാമായണ ദർശനത്തിൽ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ക്രോധം നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും നശിപ്പിക്കുന്നതാണ്. മോക്ഷമാർഗത്തിന് തടസ്സമാണ്. ഇനി വ്യവഹാരത്തിൽ തന്നെ നമ്മെക്കൊണ്ട് എല്ലാ തെറ്റും ചെയ്യിപ്പിക്കുന്നതാണ്. അത് വിസ്തൃതമായി ഉപദേശിച്ച ശേഷം ക്രോധം പരിത്യജിച്ച് ശാന്തിയെ പ്രാപിക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനെ ഉദ്ബോധിപ്പിച്ചു. എന്നാൽ പരമമായ ശാന്തിയെ നിനക്ക് പ്രാപിക്കാം എന്ന് പറഞ്ഞു. തുടർന്ന് ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ.
ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം മേലെ ശരീരത്തിന് സാക്ഷിയും സ്വാമിയുമായി, ശരീരത്തെ എൻ്റേത് എന്ന് അറിയുന്നതായ, അതുപോലെ ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം എൻ്റേത് എന്നറിയുന്ന, അവയ്ക്കെല്ലാം സാക്ഷിയും സ്വാമിയുമായ, സ്വാമി എന്നാൽ യജമാനൻ, അങ്ങനെ എല്ലാ ഉപാധികളുടെയും ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന എല്ലാ ഉപാധികളുടെയും ഉപരി വസിക്കുന്ന, അവയ്ക്കെല്ലാം മേതെ അവയുടെ സ്വാമിയായി, സാക്ഷിയായി, തീർത്തും ഭിന്നമായി നിവസിക്കുന്നതാണ് ആത്മാവെന്ന് നീ മനസ്സിലാക്കൂ. അതാണ് നമ്മുടെ സ്വരൂപം. നമ്മൾ ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അല്ല, അവയെല്ലാം നമ്മുടേതാണ്. പലപ്പോഴും എനിക്ക് ശരീരമുണ്ട് എന്ന് പറയുന്നത് പോലെ എനിക്കൊരാത്മാവുണ്ട് എന്ന് പലരും പറയാറുണ്ട്. പലരും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൊക്കെ ഉപദേശിക്കാറുമുണ്ട്, നമുക്കൊരാത്മാവുണ്ടെന്നറിയണം എന്ന്. ഒരു തരത്തിലും ശരിയല്ല. എനിക്ക് ആത്മാവില്ല. നിങ്ങൾക്കാർക്കുണ്ടെങ്കിലും സന്തോഷം. എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, എനിക്ക് പ്രാണങ്ങളും മനസ്സും ബുദ്ധിയുമുണ്ട്. എനിക്ക് ആത്മാവില്ല. ഞാൻ ആത്മാവാകുന്നു. ആത്മാവാകുന്ന എനിക്ക് ഈ ഉപാധികളെല്ലാമുണ്ട്. ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സകല ഉപാധികളുടെയും യജമാനനായ, സകല ഉപാധികളിൽ നിന്നും ഭിന്നമായ, ആർക്കു വേണ്ടി സകല ഉപാധികളും പ്രവർത്തിക്കുന്നുവോ അങ്ങനെയുള്ള സത്യസ്വരൂപമായി നീ തന്നെ മനസ്സിലാക്കൂ. ഈ സ്വരൂപമാണ് ആത്മാവെന്ന് നീ അറിയൂ. ഇതാണ് ഉപദേശം. നോക്കൂ, ദേഹേന്ദ്രിയ ബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തമേലെ വസിപ്പതാത്മാവു കേൾ. എന്താണ് ആത്മസ്വരൂപം? എങ്ങനെ ഭാവന ചെയ്യണം? ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി, തത്വാർത്ഥമായി, നിരാകാരമായി, നിത്യമായി, നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈകകാരണം സർവജഗന്മയം, സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം, സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. ശുദ്ധ സ്വയം ജ്യോതിയാണ്, ശുദ്ധസ്വരൂപമാണ്, അവിദ്യാമലലേശമില്ലാത്തതാണ്. മറ്റെല്ലാ ഉപാധികളും ആത്മചൈതന്യത്താൽ പ്രകാശിതങ്ങളാകുമ്പോൾ ആത്മസ്വരൂപമാകട്ടെ സ്വയം പ്രകാശിതമാണ്, സ്വപ്രകാശ സ്വരൂപമാണ്. ആത്മജ്യോതിയാൽ മറ്റെല്ലാ ഉപാധികളും പ്രകാശിതങ്ങളാകുന്നു. സ്വയം ജ്യോതി ആനന്ദപൂർണം, അപരിമിതമായ ദേശകാല വസ്തു പരിമിതികളില്ലാത്ത സുഖത്തിനാകുന്നു നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. പൂർണ്ണം. അങ്ങനെയുള്ള ആനന്ദപൂർണ്ണ സ്വരൂപമായി, തത്വാർത്ഥമായി, തത്വത്തിൻ്റെ അർത്ഥമായി, തത് പരമാത്മാവാണ്, ത്വം ജീവാത്മാവാണ്, ജീവാത്മ പരമാത്മ ഐക്യമാണ്, അല്ലെങ്കിൽ ഏകതയാണ് തത്വം. ആ തത്വത്തിൻ്റെ അർത്ഥമായി എന്ന് വെച്ചാൽ ആത്മബ്രഹ്മൈക്യമാകുന്ന പരമചൈതന്യ സ്വരൂപമാണ്. ജീവനായും ഈശ്വരനായും ഉപാധിഭേദങ്ങൾക്കനുസരിച്ച് കൽപ്പിക്കപ്പെടുന്ന ഏകതത്വമാണ്. തത്വാർത്ഥമായി, നിരാകാരമായി, എന്നാൽ നിരാകാരമായി, ആകൃതിരഹിതമായി, നിത്യമായി, കാലത്താൽ ബാധിക്കപ്പെടാത്തതായി, നാശരഹിതമായി നിലകൊള്ളുന്ന സത്യമാണ് താനെന്നറിയൂ. ഇവിടെ ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം മേലേ വസിപ്പത് ആത്മാവ് കേൾ എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ആത്മാവ്? അതാണ് വിശേഷിപ്പിച്ചത്. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി വസിപ്പത് ആത്മാവ് കേൾ, തത്വാർത്ഥമായി വസിപ്പത് ആത്മാവ് കേൾ, നിരാകാരമായി നിത്യമായി വസിപ്പത് ആത്മാവ് കേൾ, ആനന്ദപൂർണമായി വസിപ്പത് ആത്മാവ് കേൾ. അങ്ങനെ ഓരോന്നിനെയും അവിടെ ആത്മാവ് എന്നുള്ള ശബ്ദവുമായി ബന്ധിപ്പിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈയൊരു തത്വജ്ഞാനം, അതിൽ പരിനിഷ്ഠ നേടാൻ നീ സദാ ഭാവന ചെയ്യൂ. എന്താണ് ഭാവന ചെയ്യേണ്ടത്? അവിടെ ഭാവിച്ചു കൊൾക്ക നീ എന്നുള്ള 3 പദങ്ങളാണ്
മലയാളത്തിൽ എഴുതിയത്, മലയാള പ്രത്യയങ്ങൾ ഉപയോഗിച്ച് എഴുതിയത്. ബാക്കി എല്ലാ ശബ്ദങ്ങളും സംസ്കൃത പ്രത്യയങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നോക്കൂ, നിർവികൽപ്പം നിർവികൽപ്പമായതിനെ, പരം പരമായതിനെ, നിർവികാരം നിർവികാരമായതിനെ, ഘനം ഘനമായതിനെ ഘനീഭൂതമായതിനെ, സർവൈക കാരണം സർവൈക കാരണമായതിനെ, സർവജ്ഞം സർവജ്ഞമായതിനെ, ഈശ്വരം ഈശ്വരനെ, സർവദാ എപ്പോഴും, ചേതസി ബുദ്ധിയിൽ നീ ഭാവിച്ചു കൊള്ളുക. ശുദ്ധ സംസ്കൃത പദങ്ങളെ സംസ്കൃത പ്രത്യയം തന്നെ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ ശൈലീവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അതിത് വിശേഷമായ ശൈലിയാണ്. ഇങ്ങനെയാണ് തനത് മലയാള ഭാഷയുടെ വികാസത്തിന് എഴുത്തച്ഛൻ വലിയ സേവ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഷാ പിതാവായിട്ട് മാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സർവ്വവികൽപ്പങ്ങൾക്കും അപ്പുറത്തുള്ള പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്ക് ഉപരിയുള്ള ഷഡ്ഭാവ വികാരങ്ങളില്ലാത്ത സർവത്തിന് മൂലകാരണരൂപമായ ഘനം, സർവകാരണസ്വരൂപമായ കാലാതീത ജ്ഞാനത്തോടു കൂടിയ സർവത്തെയും നിയന്ത്രിക്കുന്ന, അതാണ് ഈശ്വര ശബ്ദം, സർവത്തെയും നിയന്ത്രിക്കുന്ന അങ്ങനെയുള്ള ഈശ്വരനെ, ആത്മാവിനെ സർവദാ എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും മാറി വരുന്ന ഏത് സാഹചര്യത്തിലും അത് സർവദാ എപ്പോഴും നീ ചേതസി, നിൻ്റെ മനസ്സിൽ നിൻ്റെ ബുദ്ധിയിൽ നീ ഭാവിച്ചു കൊള്ളുക. അങ്ങനെ ആത്മവിചാരത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ മനഃചാഞ്ചല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ വന്നു ചേർന്ന ക്രോധത്തെ ജയിച്ച് ശാന്തിയെ ഭജിച്ച് ആത്മവിചാരവാനായി നീ നിഷ്ഠ പ്രാപിച്ചാലും എന്ന് ഉപദേശിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. എനിക്ക് ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുണ്ട് എന്ന് പറയാം. എന്നാൽ എനിക്ക് ആത്മാവുണ്ട് എന്നാർക്കും പറയാനാകില്ല. കാരണം ഞാൻ ആത്മാവാണ്. ആത്മാവായ ഞാൻ എങ്ങനെ എനിക്ക് ആത്മാവുണ്ട് എന്ന് പറയും? ആത്മാവിൻ്റെ സർവ്വവ്യാപിത്വത്തെക്കുറിച്ച് സ്വാമിജിയിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയ നമ്മൾ തുടർന്ന് കേൾക്കുന്നത് സനാതനധർമ്മം. സന്ധ്യാദീപം ജീവിത സാഹചര്യങ്ങൾ വന്നു ഭവിക്കുന്ന എന്തിനേയും ഈശ്വരോന്മുഖമായി കണ്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ആധ്യാത്മികത. ഇതിനെക്കുറിച്ചാണ് ബ്രഹ്മചാരിണി അമൃത ചൈതന്യ ഇന്ന് സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. ഒരിക്കൽ ഒരു പെൺകുട്ടി അമ്മയുടെ അടുത്ത് അവളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട പരാതിയുമായി വന്നു. അവൾക്ക് ആധ്യാത്മിക വിഷയങ്ങൾ, അതായത് സംസ്കൃതം, ആധ്യാത്മിക ശാസ്ത്രം മുതലായവ പഠിക്കാനാണ് ആഗ്രഹം. പക്ഷേ അവളുടെ മാതാപിതാക്കൾക്ക് അവളൊരു ഡോക്ടറായി കാണാനാണ് ആഗ്രഹം. അമ്മ ആ കുട്ടിയോട് പറഞ്ഞു, ഒരു ഡോക്ടർ ആകാനാണ് അവളുടെ നിയോഗമെന്ന്. പക്ഷേ എനിക്ക് ആധ്യാത്മിക ജീവിതം നയിക്കാനാണ് ആഗ്രഹം, പെൺകുട്ടി അമ്മയോട് സങ്കടം പറഞ്ഞു. മനോഹരമായിരുന്നു അമ്മയുടെ മറുപടി. നമുക്കെല്ലാം പ്രസക്തമായ മറുപടിയായിരുന്നു അത്. അമ്മ പറഞ്ഞു, മോളെ, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സംസ്കൃതം, ശാസ്ത്രം, സാധന, അനുഷ്ഠാനം ഇവയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഏതൊരു ജീവിത സാഹചര്യവും ആധ്യാത്മിക സാധന ആക്കുക എന്നതാണ്. ആധ്യാത്മിക സാധന ചെയ്യണം എന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ അതിന് സമയം എവിടെയെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം. നമ്മളിൽ പലരും ആശ്രമത്തിലല്ലല്ലോ ജീവിക്കുന്നത്. ഗൃഹസ്ഥന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുടുംബഭാരം, ജോലി, മറ്റ് ചിലവുകളെല്ലാം വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. ഇതാണ് സാധാരണ പലരുടെയും ചിന്ത. എന്നാൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എങ്ങനെ ചെയ്യുന്നു എന്നതാണ്. നമ്മൾ മനസ്സിൽ പല പ്രതീക്ഷകളും വെച്ചുകൊണ്ടാണ് ഓരോ കർമ്മവും ചെയ്യുന്നത്. സഹപ്രവർത്തകരിൽ നിന്നും ആദരവും അഭിനന്ദനങ്ങളും മേലധികാരിയിൽ നിന്നും പ്രമോഷൻ പ്രതീക്ഷിച്ച് കഠിനമായി ജോലി ചെയ്യും. അയൽവാസികൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ മുറ്റം തൂത്തുവാരി വൃത്തിയാക്കുന്നു.
ശോഭനമായ ഭാവി പ്രതീക്ഷിച്ച് സ്കൂളിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങി പഠിച്ച് പരീക്ഷയിൽ പാസ്സാകാൻ പ്രയത്നിക്കുന്നു. പ്രശംസ ലഭിക്കുവാനും കൂടി രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നു. മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ പ്രതീക്ഷിച്ച് നന്നായി വസ്ത്രധാരണം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പല ആഗ്രഹങ്ങളും വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. ഈ പോക്ക് ദുഃഖത്തിലേ അവസാനിക്കൂ. കാരണം നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അവസാനമില്ലാത്തതാണ്. മാത്രമല്ല എല്ലാം പൂർത്തിയാക്കാൻ കഴിയുകയുമില്ല. ഇനി നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അധികനാൾ നീണ്ടുനിൽക്കുകയുമില്ല. ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇരിക്കുന്നത് ഒരു പ്രവൃത്തിയാണ്, ചിന്തിക്കുന്നത് ഒരു പ്രവൃത്തിയാണ്, എന്തിന് കണ്ണടച്ച് തുറക്കുന്നത് പോലും ഒരു കർമ്മമാണ്. അതിനാൽ ജീവനുള്ള കാലം അത്രയും കർമ്മം കൂടാതെ കഴിയില്ലെന്ന് വ്യക്തം. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ആന്തരികമായ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയും കാരുണ്യവും ക്ഷമയും പരസ്പര സഹിഷ്ണുതയും ഉണർത്തുവാനും പുഷ്ടിപ്പെടുത്തുവാനും വേണ്ടി ആകണം. കാരണം അമ്മ പറയാറുണ്ട്, ഈശ്വരൻ എന്നാൽ സദ്ഗുണങ്ങളുടെ പ്രതീകമാണ്. ആ സദ്ഗുണങ്ങൾ നമ്മളിൽ എങ്ങനെ ഉണർത്തണമെന്ന് ഭഗവാൻ കൃഷ്ണൻ സൂചന തരുന്നു. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. അർജുന, നീ യാതൊന്നു ചെയ്യുന്നുവോ, യാതൊന്നു ഭക്ഷിക്കുന്നുവോ, യാതൊന്നു ഹോമിക്കുന്നുവോ, യാതൊന്ന് നിവേദിക്കുന്നുവോ, യാതൊരു തപസ് ചെയ്യുന്നുവോ, അതൊക്കെയും എന്നിൽ സമർപ്പിച്ചാലും. അമ്മ പറയുന്നു, ചെയ്യുന്നതെല്ലാം സമർപ്പണമായി ചെയ്യുക, പൂജാമനോഭാവത്തോടെ. പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കാതെ മനസ്ഥിതി മാറ്റാൻ പഠിക്കൂ. നമ്മുടെ പൂജാമനോഭാവം ഓരോ കർമ്മങ്ങളിലുമുള്ള നമ്മുടെ ആത്മാർത്ഥത ജീവിതത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരും. അർച്ചന ചെയ്യുമ്പോൾ പ്രേമത്തോടു കൂടി മന്ത്രം ചൊല്ലി പുഷ്പമർച്ചിക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോ കർമ്മവും ഭഗവാന്റെ തൃപാദങ്ങളിൽ ഭക്തിയോടെ സമർപ്പണമായി ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പൂജയായി മാറുന്നു. വളരെ ആത്മാർത്ഥതയോടെ ആകാംക്ഷയില്ലാതെ നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ആയുർവേദ വൈദ്യനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പ്രവൃത്തി എന്നെ ആഴത്തിൽ സ്പർശിച്ചു. മരുന്നിൻ്റെ കുറിപ്പ് എഴുതിയ ശേഷം അതിൻ്റെ കയ്യിൽ തരുന്നതിന് മുമ്പ് സ്വന്തം ശിരസിൽ ഭക്തിയോടെ പതുക്കെ സ്പർശിച്ചു. ഈ എളിയ പ്രവൃത്തി എനിക്ക് വളരെയധികം പ്രചോദനം നൽകി. ആ പ്രവൃത്തിയിൽ നിറഞ്ഞിരുന്ന നന്മയും സൗന്ദര്യവും എനിക്കൊരു പ്രേരണയായി മാറി. അന്ന് ഞാൻ സേവനം ചെയ്തിരുന്നത് കാൻറ്റീനിലെ കൗണ്ടറിലായിരുന്നു. വൈദ്യനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എൻ്റെ പ്രവൃത്തി സ്ഥലം ഒരു പൂജാമുറിയാക്കി മാറ്റാൻ എനിക്ക് ആഗ്രഹം തോന്നി. വളരെ തിരക്കുള്ള സ്ഥലമാണ്. ചിലപ്പോൾ നീണ്ട ക്യൂ ആയിരിക്കും. വരുന്നവരോട് സംസാരിക്കേണ്ടതുണ്ട്. അത് ഞാൻ മന്ത്രം ചൊല്ലുന്നതിന് തടസ്സമാകും. പക്ഷേ എനിക്കൊരു ആശയം തോന്നി. ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലിപ്പ് അവർക്ക് കൊടുക്കണം. ഓരോ സ്ലിപ്പ് കൊടുക്കുമ്പോഴും ആ പ്രവൃത്തി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് ചെയ്തു നോക്കാൻ ഞാൻ തീരുമാനിച്ചു. കുറച്ച് നേരം അങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ ശ്രദ്ധ മാറി എൻ്റെ തീരുമാനം മറന്നു പോകും. പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ വീണ്ടും ശ്രമിക്കും. ഓർക്കാനായി ഒരു കാര്യം ചെയ്തു. സമർപ്പണ മനോഭാവത്തോടെ സ്ലിപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു കടലാസിൽ ചെറിയൊരു വര വരച്ചു വയ്ക്കും. അങ്ങനെ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും പുരോഗതി എത്ര ഉണ്ടെന്ന് എനിക്ക് നോക്കാമല്ലോ. പതുക്കെ പതുക്കെ ഈശ്വര സ്മരണയോടുകൂടി ഓരോ സ്ലിപ്പും കൊടുക്കുന്നത് ഒരു ശീലമായി. എൻ്റെ പ്രവൃത്തി കൂടുതൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ ഗോപികളെ പോലെ ആകാൻ ശ്രമിക്കൂ. അവർ പ്രാർത്ഥിക്കാൻ പ്രത്യേകം സമയമൊന്നും മാറ്റിവെച്ചിരുന്നില്ല. അവർ അവരുടെ പ്രവൃത്തിയിൽ മുഴുകിയപ്പോഴും ഭഗവാനെ കണ്ടിരുന്നു. വെണ്ണയാകട്ടെ, തൈരാകട്ടെ, മോരാകട്ടെ, ഓരോ സാധനം വിൽക്കുമ്പോഴും ഓരോന്നിനും ഭഗവാന്റെ പേരുകൾ വിളിച്ചിരുന്നു. കേശവൻ, വാസുദേവൻ, നന്ദബാലൻ എന്നിങ്ങനെ. നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ എല്ലാം പൂജയാക്കി മാറ്റിക്കളയാമെന്ന് ചിന്തിച്ചാൽ നാം പരാജയപ്പെടും, നിരാശയാകും ഫലം. അതുകൊണ്ട് പടിപ്പടിയായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്.
പൂർണ്ണ മനസ്സോടെ പൂജയായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി തിരഞ്ഞെടുക്കുക. കുറച്ച് ദിവസം അത് ആത്മാർത്ഥമായി പരിശീലിക്കുക. നമ്മുടെ പുരോഗതി വിലയിരുത്താൻ ഒരു ഡയറിയിൽ കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. തിരഞ്ഞെടുത്ത പ്രവൃത്തിയിൽ സമർപ്പണ മനോഭാവം കൊണ്ടുവരുന്നതിൽ വിജയിച്ചാൽ അടുത്ത തിരഞ്ഞെടുക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ധന്യമായി തീരും. ഓം അമൃതേശ്വരിയേ നമഃ. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം കർമ്മം എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ്. അതാണ് ആധ്യാത്മികതയും പഠിപ്പിക്കുന്നത്. പ്രതീക്ഷകൾ നിറഞ്ഞ കർമ്മങ്ങൾ പലപ്പോഴും ദുഃഖമാണ് ഉണ്ടാക്കുന്നത്. കാരണം പ്രതീക്ഷകൾ വിപരീത ഫലം ഉണ്ടാക്കുന്നു. സഫലമാക്കാത്ത പ്രതീക്ഷകൾ ദുഃഖമേ നൽകൂ. ഇമ വെട്ടുന്നത് പോലും ഈശ്വരേച്ഛയായി കണ്ട് കർമ്മം ചെയ്യുന്നത് ഒരാൾക്ക് ദുഃഖമുണ്ടാക്കുന്നില്ല. അയാളുടെ കർമ്മം ഈശ്വര സമർപ്പണമാണ്. സന്ധ്യാദീപം ദേവതകളെ ഭിന്നമായി കണ്ട് ഉപാസിക്കുന്നവർക്ക് ഈശ്വരനാണ് പരമസത്യം എന്നറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഭജിക്കുന്ന ദേവതകളും അവർ നൽകുന്ന നശ്വര ഫലങ്ങളുമാണ് വലുത് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. ഇത്തരം മനോഭാവമുള്ളവർക്ക് ഒരിക്കലും ആത്മീയ ഉന്നതി ലഭിക്കുന്നില്ല. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. നമസ്കാരം. केशवं रामनारायणम्